പാട്ടുകളും നല്ല അനുഭവ സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് ഈ പാട്ടുകളും ഈ പാട്ടുപാടാനും സമയം വേറെ ഒന്നിനും മാറ്റിവെക്കാതെ ഈ സമയത്ത് ഈ ദേശത്ത് കടന്നു വരുവാൻ മെയിൻ കാരണം നിങ്ങളെ യേശു സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകാമായിരുന്നു ഞങ്ങളെ. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ഒരു യേശു ഉണ്ട് എന്നതിനെ കുറിച്ച് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇവിടെ വിളിച്ചു പറയാൻ, ഞങ്ങളെ വിടുവിച്ച രക്ഷകൻ നിങ്ങളെ വിടുവിപ്പാൻ ഇടയായി തീരുമെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാ. ഞാൻ പറയട്ടെ, പ്രിയ സന്ദേശം പറഞ്ഞ് സാക്ഷി പ്രകാരം പറയാനിടയായി തീർന്നു. രോഗിയായി തന്റെ ഹസ്ബൻഡ് വല്ലാത്ത നിരാശയിൽ അകപ്പെട്ടിട്ടും അതിൽ നിന്ന് വിടുവിച്ച യേശുവിനെ കുറിച്ചാണ് തനിക്കിവിടെ പ്രസംഗിക്കാനുള്ളത്. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ പല പ്രാവശ്യം ആ ഭവനത്തിൽ ചെന്ന് സാക്ഷി ഹല്ലേലൂയ പ്രാർത്ഥിക്കാനൊക്കെ ചെടുക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ സഹോദരൻ വെളിയിലത്തെ ഹല്ലേലൂയ ആ അടുക്കള വശത്തൂടെ പുറത്തേക്ക് ഓടിപ്പോകുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെങ്കിൽ തന്നെ വിടുവിപ്പാൻ, തന്റെ നിരാശയുടെ കാലത്ത് തന്നെ വിടുവിച്ചത് ഈ യേശുവാണ്. തന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ തന്നെ വിടുവിച്ചത് ഈ യേശുവാണ്. താൻ ഹല്ലേലൂയ ലോക ഇമ്പപ്രകാരം ലോകത്ത് ഇമ്പത്തിനനുസരിച്ച് ജീവിച്ചപ്പോൾ, ഞാൻ പറയട്ടെ, അതിലൊന്നും വിടുതൽ കാണാതെ ഈ യേശുവിൽ ആശ്രയിച്ചപ്പോൾ തന്നെ വിടുവിപ്പാൻ ഇടയായത് കൊണ്ട് അവർ കുടുംബമായി ഇവിടെ വന്നു നിന്ന് ഇത് വിളിച്ചു പറയുന്നത് ഞാൻ പറയാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത് ഹല്ലേലൂയ മരിച്ചൊരു ദൈവത്തെ കുറിച്ചല്ല, മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ഹല്ലേലൂയ പരലോകത്ത് ജീവിക്കുന്ന യേശുവിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആയിരിക്കട്ടെ, നിങ്ങൾ നിരാശയിലായിരിക്കട്ടെ, മദ്യപാനത്തിലായിരിക്കട്ടെ, ഏതു വിഷയത്തിലും വിടുവിപ്പാൻ കഴിവുള്ളവനാ യേശു. ഞാൻ പറയട്ടെ, നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമ്മെ സഹായിച്ചെന്ന് വരത്തില്ല, ആശുപത്രികൾ നമ്മെ കൈവിട്ടെന്ന് വരാം. ഞാൻ പറയട്ടെ പ്രിയ സഹോദരൻ, ഹല്ലേലൂയ സന്ദേശം പറയാനിടയായിത്തീർന്നു. ഹല്ലേലൂയ അവർ ആശുപത്രികൾ അഭയം പ്രാപിച്ചു, അതെല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ അവർ യേശുവിലേക്ക് തിരിയാനിടയായി തീർന്നു. ഹല്ലേലൂയ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി പതിക്കുവാനിടയായി. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, ഏതു വിഷയത്തിലും ഇറങ്ങി വരാൻ കഴിവുള്ള യേശുവിനെ കുറിച്ചാണ് ഈ പകൽക്കാലം ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇറങ്ങി വരും. ഞങ്ങളെ വിടുവിച്ച യേശുവുണ്ടല്ലോ, ആ യേശു ഈ ഗ്രാമത്തെ വിടുവിക്കുമെന്ന്. അതുകൊണ്ട് ഉറപ്പിച്ച് ഞാൻ പറയുകയാ, നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, അതിന്മേൽ ഇറങ്ങി വരാൻ ഹല്ലേലൂയ നിങ്ങളുടെ മാതാപിതാക്കൾ പലപ്പോഴും ഹല്ലേലൂയ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ ഞാൻ പറയട്ടെ, അതിൽ നിന്നൊരു വിടുതലുണ്ടോ? ഈ പകൽക്കാലം ഈ യേശുവിന് നിങ്ങളുടെ മക്കളെ വിടുവിക്കാൻ കഴിയും. ഹല്ലേലൂയ അതുകൊണ്ട് ആ യേശു നിങ്ങളെ വിടുവിക്കും. മറ്റൊരുത്തരുടെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേയൊരു നാമം, അത് യേശുവിന്റെ നാമമാണ്. ആ നാമത്തിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ഞാൻ പറയട്ടെ, ഞങ്ങളെ ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ സാക്ഷി പറഞ്ഞ പ്രിയ സന്ദേശം പറയാൻ ഇടയായി തീർന്നു. തനിക്ക് സമാധാനമില്ലായിരുന്നു. തന്റെ ജീവിതത്തിൽ മദ്യത്തിന് അടിമപ്പെട്ട പിതാവ് തന്നെ ഹല്ലേലൂയ മദ്യം കഴിച്ചിട്ട് തന്റെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ട് കഴിക്കാൻ ആഹാരം ഉണ്ടായിട്ടും കഴിക്കാൻ കഴിയാതെ അവർ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ സന്ദേശത്തിന് സമാധാനം കൊടുത്ത ഒരു യേശുവിനെ കുറിച്ച് ഇന്ന് സമാധാനത്തോടെ പ്രസംഗിക്കാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ അതിനായി സമർപ്പിക്കാൻ ഇടയാകുമെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഈ വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അത് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ല, ഏവർക്കും അവർ ദൈവമക്കളായി തീരാൻ അവകാശം കൊടുത്തു. ഇന്ന ജാതിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നില്ല, ഹല്ലേലൂയ ഇന്ന മതത്തിലുള്ളവർക്ക് മാത്രമേ എന്ന് പറയുന്നില്ല. ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനികളുടെ യാത്ര ദൈവമല്ല. മാനവകുലത്തിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെയും ഹല്ലേലൂയ ദൈവമാണ് ഈ ദൈവം. അതുകൊണ്ടാ പറഞ്ഞ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവനെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം. കഷ്ടങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിപ്പാൻ കഴിവുണ്ടെങ്കിൽ അത് യേശുവിന് മാത്രമേ ഉള്ളൂ.
ഹല്ലേലൂയ. കഷ്ടതയിൽ നമ്മുടെ കൂട്ടുകാർ മാറിപ്പോകും. കഷ്ടത വരുമ്പോ നമ്മുടെ ചാർച്ചക്കാർ മാറിപ്പോകും. ബന്ധുമിത്രാദികൾ എല്ലാവരും കൈവിട്ടെന്ന് വരാം. ഹല്ലേലൂയ. സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാവരും കാണും. ഞാൻ പറയട്ടെ, കഷ്ടതയും സമ്പത്തുമൊക്കെ കഷ്ടതയും സങ്കടമൊക്കെ ആയിത്തീർന്നാൽ ആരും കാണത്തില്ല. പക്ഷേ എല്ലാ ഹല്ലേലൂയ അവിടെയും നമ്മെ താങ്ങാൻ കഴിവുള്ള ഒരു യേശുവിനെ കുറിച്ച് ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്. യെസ്, അതാ സന്ദേശം പറയാനിടയായി തീർന്നത്. എല്ലാം അസ്തമിച്ചു, ആശുപത്രികൾ പലത് കയറിയിറങ്ങി, സമ്പത്ത് ഒരുപാട് നഷ്ടപ്പെട്ടു, കടത്തിന് മേൽ കടമായി തീർന്നപ്പോൾ അവരെ വിടുവിച്ച യേശുവിനെ കുറിച്ച് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തന്റെ ജോലികളും വേലകളും ഒക്കെ മാറ്റിവെച്ചിട്ട് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നതെന്ന് ഞങ്ങളെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ലത്. ഒരു പണിയും ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങളെ വിടുവിക്കുവാൻ. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടവരായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ടവരായിരിക്കാം. പക്ഷെ ഇന്നു പകൽക്കാലം അതിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ യേശുവിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ മാത്രം തുറന്നിരിക്കുകയാ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ കല്ലറ തുറക്കാൻ കാരണം എന്താ? ഹല്ലേലൂയ. കർത്താവ് ജീവിച്ചിരുന്നപ്പോ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യെസ്, അങ്ങനെ ആ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇത് സംഭവിക്കാൻ കാരണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ പറയട്ടെ, യേശു പോയിട്ടുള്ള വീട്ടിൽ അത്ഭുതം നടന്നിട്ടുണ്ടെന്ന്, രോഗികൾ സൗഖ്യമായിട്ടുണ്ടെന്ന്, ഹല്ലേലൂയ, പാപികൾ മാനസാന്തരപ്പെട്ടെന്ന്, വിഷയത്തിൽ ഇരുന്നവരുടെ വിഷയങ്ങൾ ദൈവം വിടുവിച്ചെന്ന്, രോഗങ്ങൾ മാറി മരിച്ചവർ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങളുടെ വിഷയം എത്രയാകട്ടെ അത് വിഷയമല്ല. എന്റെ അപ്പൻ നിങ്ങളെ വിടുവിപ്പാനിടയായി തീരും. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എനിക്കൊരിക്കൽ ഹല്ലേലൂയ കണ്ണിന്റെ കാഴ്ച ചെറുനീരിൽ നഷ്ടപ്പെടാൻ ആരംഭിച്ചു. ആ നഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ വല്ലാതെ ഭാരപ്പെടാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ആശുപത്രികളിൽ എന്നെ കൊണ്ടു നടന്നു. ആശുപത്രികൾ കയറിയിറങ്ങി എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തു. എന്റെ കാഴ്ച അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഹല്ലേലൂയ ഇപ്രകാരം കാഴ്ച നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മരുന്നുകളൊക്കെ ഒരുപാട് ആശുപത്രി കയറിയിട്ട് സൗഖ്യമില്ല. എന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടാൻ ഇടയായി തീർന്നു. അന്ന് ഞാൻ ഹല്ലേലൂയ പായെടുത്തിട്ട് മുഴങ്കാൽ മടക്കി. ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, യേശു കുരുടന്റെ കണ്ണിനെ സൗഖ്യമാക്കിയെന്ന്. യേശു കുരുടന്റെ കണ്ണിനെ സൗഖ്യമാക്കിയെന്ന് യേശു വിളിച്ചു. യേശുവിനെ ഇപ്രകാരം വിളിച്ചു, യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമെന്ന് വിളിക്കാനിടയായി തീർന്നു. കരുണയുണ്ടാകണമെന്ന് വിളിച്ചപ്പോ ചുറ്റും നിന്നവർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ അവനോട് പറയാനിടയായി തീർന്നു. അപ്പോൾ എല്ലാം ഹല്ലേലൂയ അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അവർ ആ ഹല്ലേലൂയ ചുറ്റും നിൽക്കുന്ന ജനത്തെ നോക്കിയില്ല, അവൻ ആഴത്തിൽ വിളിക്കാനിടയായി തീർന്നു. തന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറി. യേശു നിന്നു അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, അവനെ സൗഖ്യമാക്കി, അവന് കാഴ്ച കൊടുത്തെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ യേശുവിനെ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ മുഴങ്കാൽ മടക്കി ഹല്ലേലൂയ മരുന്നുകളൊക്കെ വലിച്ചെറിയാനിടയായി തീർന്നു. ഈ മരുന്നുകൾ കഴിച്ചപ്പോൾ എന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടെങ്കിൽ ഞാനൊരു പൊട്ടക്കണനായി 18-ാമത്തെ വയസ്സിൽ തീരാമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഞാൻ മുഴങ്കാൽ മടക്കി ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു, ഒരുപാട് കരയാൻ തുടങ്ങി. കരഞ്ഞ് ശക്തിയോടെ കരഞ്ഞു, കർത്താവേ എനിക്കൊരു സൗഖ്യം തരണം. ആ കുരുടന്റെ കണ്ണിനെ സൗഖ്യമാക്കിയെങ്കിൽ എന്റെ കണ്ണിനെ എനിക്ക് സൗഖ്യമാക്കാൻ കഴിയുമപ്പ. എനിക്കൊരു പൊട്ടക്കടനായി തീരാൻ കഴിയില്ല. നാട്ടുകാരനെ വിളിക്കും, പൊട്ടക്കടനെന്ന് വിളിക്കും. ആരും എന്നെ ചേർത്ത് പിടിക്കത്തില്ല. എല്ലാവരും പൊട്ടക്കടൻ വരുന്നെന്ന് പറയാനിടയായി തീരും. അതെന്റെ ഹൃദയത്തെ വല്ലാതെ ആഴത്തി ചലിപ്പിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശക്തിയോടെ പ്രാർത്ഥിക്കുക. അപ്പ ആ കുരുടന്റെ കണ്ണിനെ സൗഖ്യമാക്കി യേശുവേ, ഇന്നും എന്റെ കണ്ണിനെ എനിക്ക് സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ അപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറയട്ടെ, എന്റെ കണ്ണ് ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കയറി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ കണ്ണിന് പൂർണ്ണ സൗഖ്യമുണ്ടായി. അന്നാണ് യഥാർത്ഥമായി ദൈവത്തെ കുറിച്ചൊരു ചിന്ത എന്റെ അകത്തുണ്ടായ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച ആ വചനം പറഞ്ഞ് ബൈബിളിലെ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ എന്റെ കണ്ണിനെ സൗഖ്യമാക്കിയ യേശുവിനെ കുറിച്ച് യെസ് എനിക്ക് ആഴത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞു. ഒരപ്പനെ പോലെ ഞാൻ പറയട്ടെ, ഞാൻ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് എന്റെ കണ്ണിന് സൗഖ്യം തന്നൊരു യേശുവുണ്ട്. ഇന്നും പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആ യേശു നിങ്ങളുടെ വിഷയത്തിന്മേലും എത്ര വലിയ വിഷയമാകട്ടെ, വൈദ്യശാസ്ത്രം കൈവിട്ടതാകട്ടെ, അതിനെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു യേശുവിനെ ഞാൻ വിളിച്ചു പറയുന്നത്. ഇവിടം കൊണ്ട് തീരുന്ന യേശുവിനെ അല്ല. ഹല്ലേലൂയ. ഇനിയും കർത്താവ് വീണ്ടും വരും. ആദ്യം വന്നത് പാപികളെ ചേർക്കാനാ, പാപികളെ മാനസാന്തരത്തേക്ക് നയിക്കാനാ. ഹല്ലേലൂയ. അപ്രകാരം പറഞ്ഞെങ്കിൽ, ആ പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചെങ്കിൽ ഇനി വരുന്ന കർത്താവ് എന്തിനു വേണ്ടിയാ വരുന്നത്? വിശുദ്ധന്മാരെ, തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരും. ആ വരവിങ്കിൽ നിങ്ങളും അതിനായി ഒരുക്കപ്പെട്ടവരായി തീരും.
തീരുമെങ്കിൽ ആ കർത്താവിന്റെ കൂടെ ജീവിപ്പാനിടയായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായിരിക്കാം, സ്വസ്ഥതയില്ലാത്തവരായിരിക്കാം, മദ്യത്തിന് മയക്കുമരുന്ന് നിർത്താൻ ആഗ്രഹിച്ചിട്ടും നിർത്താൻ കഴിയാത്തവരായിരിക്കാം, മദ്യം നിങ്ങളെ വല്ലാതെ ഹല്ലേലൂയ നിങ്ങളെ പിടിമുറുക്കിയിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ മദ്യപാനത്തിലായിരിക്കുന്ന മണ്ഡലത്തിൽ യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമേ. ഞാൻ പറയട്ടെ, ഒരു ചെറിയ തമാശയ്ക്ക് കൂടെ തുടങ്ങിയ മദ്യപാനമായിരിക്കാം, പക്ഷേ പിന്നത്തേതിൽ അത് എത്ര ആയിത്തീരും? ഞാൻ പറയട്ടെ, ഹല്ലേലൂയ അത് ഒരുപാട് നിങ്ങളെ വല്ലാതെ ഹല്ലേലൂയ അത് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പോകും. നിങ്ങൾ നിർത്തണമെന്ന് വിചാരിച്ചാലും അത് നിർത്താൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറും. ഇല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മദ്യത്തിൽ അടിമയാക്കി മാറും. പക്ഷേ അതിന് വിടുവിക്കുന്ന ഒരു യേശുവുണ്ട്. ഈ നിൽക്കുന്ന ഹല്ലേലൂയ ചെറുപ്പക്കാരൻ അപ്രകാരം ഒരു ചെറുപ്പക്കാരനായിരുന്നു, പക്ഷേ എന്റെ യേശു അതിന് വിടുവിച്ചുകളെ കൊണ്ട് നിർത്തിയിരിക്കുക. ഒരു അത്ഭുത സാക്ഷിയായി ഈ വ്യക്തിയെ നിർത്തിയിരിക്കുക. അങ്ങനെ ഞങ്ങളെ വിടുവിച്ച യേശുവിനെയാണ് ഞങ്ങൾ പറയുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട തലമുറകൾ നശിച്ചു പോകുമ്പോൾ ഈ യേശു നിങ്ങൾക്ക് സമാധാനം തരും. മദ്യത്തിന് മയക്കുമരുന്ന് വിടുതൽ തരും. ആ യേശു നിങ്ങളെ ഇവിടെ കൊണ്ട് തീരുന്നതല്ല, നമുക്ക് സ്വർഗമൊരുക്കി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന് ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അല്ല, നമ്മളെ ചേർത്ത് കൊള്ളാൻ വരാമെന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയും ഉലകത്തിലില്ല. ഉലകത്തിലുണ്ടെങ്കിൽ ആ യേശു മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിങ്ങളെ ചേർക്കാനായി വരുന്ന യേശുവിനെ നിങ്ങൾ ഉയർത്താൻ തയ്യാറായിക്കോ? നിങ്ങൾ അവനെ ഹല്ലേലൂയ അവനോട് ഒന്ന് ഏറ്റുപറയാൻ നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ, കർത്താവേ ഞാൻ അങ്ങനെ കർത്താവിന്റെ രക്ഷിതാവുമായി അംഗീകരിക്കുന്നപ്പാ. അങ്ങനെ പാപത്തിനു വേണ്ടിയാണപ്പാ കാൽവരി ക്രൂശിൽ യാഗമായത്, മറ്റൊന്നിനുമല്ലപ്പാ. യേശു പറഞ്ഞു, ഹല്ലേലൂയ ഒരുപാട് അവതാര പുരുഷന്മാർ ഈ ലോകത്തിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം, ഞാൻ പറയട്ടെ, അവരെല്ലാം ഒരു സമൂഹത്തിന്റെ അല്ലെ ഒരു മതത്തിന്റെ രക്ഷയ്ക്കായി വന്നപ്പോൾ യേശു വന്നത് സകലമാനവരാശിയുടെ രക്ഷയ്ക്കായിട്ടാ. അതുകൊണ്ട് ജാതിയോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ ആരിലും അവനെ വിശ്വസിക്കാം. അവന് വിശ്വസിക്കാൻ തയ്യാറായ ദൈവം അവനെ കൈക്കൊള്ളാൻ റെഡിയാ. അതാ ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹല്ലേലൂയ ബൈബിളിന്റെ പ്രതികൾ വേണമെങ്കിൽ ഇവിടെ ചോദിച്ചാൽ ഇവിടെ കിട്ടും. അതിനായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആർക്കെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് തോന്നിയാൽ ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽക്കാലം റെഡിയാ. നിങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നാളെ നമുക്കുള്ളതല്ല. നാളെയാകട്ടെ എന്ന് പറഞ്ഞ നാളെ നമുക്കുള്ളതല്ല. നമുക്കറിയാം, ഹല്ലേലൂയ ഇന്ന് മരിച്ചാൽ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്, ഞങ്ങൾക്കൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതിനായിട്ടാണ് ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്. നിങ്ങളെ അതിനായി ആഹ്വാനം ചെയ്യുകയാ. അപ്രകാരം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടോ? ദൈവം നിങ്ങളുടെ ജീവിതത്തെ തൊടുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ യേശുവിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ, പാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് ശക്തമായി ഞാൻ വിളിച്ചു പറയുകയാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾക്കായി ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ കേട്ട കർത്താവെ സാക്ഷ്യവാചകങ്ങൾ പാട്ടിലൂടെയൊക്കെ കർത്താവെ നല്ല ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് പാടി, അതെന്തിനു വേണ്ടിയാ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ. അവർക്ക് വേറെ മറ്റൊരു പണിയുമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല. ഞങ്ങളെ രക്ഷിച്ച യേശുവിനെ നിങ്ങളെ അറിയിച്ചതാ. കർത്താവ് ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ. ഈ കേട്ട വചനം കർത്താവ് ഇവിടെ ദേശത്തിന് വിടുതലായി പരിണമിക്കട്ടെ. കർത്താവ് ലോക സംഭവങ്ങൾ ഹല്ലേലൂയ അപ്രകാരം നടന്നുകൊണ്ടിരിക്കുമ്പോ നാളെ ഞങ്ങൾക്കുള്ളതല്ല. കിടന്നുറങ്ങി നാളെ എഴുന്നേക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലപ്പാ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. നിങ്ങൾ ഏത് എവിടെയായിരിക്കുന്നു, നിങ്ങൾ ഏത് മതസ്ഥരാണ് ഒന്നും വിഷയമല്ല, ഏത് ജാതിയാണോ ഒന്നും വിഷയമല്ല. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് യേശുവിനെ ഒന്ന് കൈക്കൊള്ളു. യേശു ഞങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്, ഞങ്ങളുടെ രോഗത്തിന് വേണ്ടിയാണ് പൗഡമനഘടകം മരിച്ചത്, ഞങ്ങളുടെ ശാപങ്ങളെ മാറ്റാൻ കാൽവരി ക്രൂശ് യാഗമായത്. മാനവരാശിയുടെ രക്ഷയ്ക്കായി, ഒരു മതത്തിന്റെ രക്ഷയ്ക്കല്ല, സകല മാനവരാശിയുടെ രക്ഷയ്ക്കായി യേശു നിങ്ങളെ ഇന്ന് പകൽക്കാലം വിടുവിപ്പാൻ പോകുകയാണ്. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് കർത്താവെ വിടുതൽ വ്യാപരിക്കട്ടെ. ചില ആത്മഹത്യ സ്പിരിറ്റുകൾ മാറിപ്പോട്ടെ. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ചില സ്പിരിറ്റുകൾ മാറിപ്പോകട്ടെ. സാന്നിധ്യം ഇറങ്ങട്ടപ്പ. തലമുറകളെ നശിപ്പിച്ചു കളയുന്ന, തലമുറകളെ വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചില ഹല്ലേലൂയ ആ പ്രവണതകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഈ ദേശത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണം. കർത്താവേ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അവരുടെ വ്യാധികൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തട്ടെ. കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ രോഗങ്ങൾ മാറിപ്പോകട്ടപ്പ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിനെ അവർ കൈക്കൊള്ളാൻ തയ്യാറാകട്ടെ. ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തട്ടെ.
അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. എല്ലാം നന്മ കൊണ്ട് നിറയ്ക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്ക്. ഇവിടെ കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. സമയങ്ങളെ വേർതിരിച്ച് എല്ലാ മക്കളെ ആയിരിക്കും ഇവിടെ നടത്തിയ പ്രോഗ്രാം കർത്താവെ, കല്ല് പാട്ട് പാടിയ കുഞ്ഞുങ്ങളെ കർത്താവെ, സാക്ഷി പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഒന്ന് ട്രാക്ട് കൊടുത്ത എല്ലാവരെയും 100 മടങ്ങ് പ്രതിഫലം കൊടുത്ത് മാനിക്കപ്പ. നന്മ കൊണ്ട് നിറയ്ക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ.